ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ KSR ബംഗളൂരു സ്റ്റേഷനിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടിയായിരുന്നു. അപ്പോൾ അതിലൊന്ന് യാത്ര ചെയ്യാന്ന് വെച്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ KSR ബംഗളൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവാണ്. ഈ വണ്ടി കോഴിക്കോട്ടേക്ക് നീട്ടിയത് കുറച്ച് നെഗറ്റീവ് അഭിപ്രായമുണ്ട്, പോസിറ്റീവ് അഭിപ്രായമുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്സിലാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ N2 ഇതിൻ്റെ സെക്കൻഡ് AC-ലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ണൂർ നിന്ന് ബാംഗ്ലൂർ വരെ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് സ്ലീപ്പറിന്. അതൊരു കിടിലൻ യാത്രയായിരുന്നു, നല്ല കോച്ചുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിയുടെ അവസ്ഥയൊന്ന് നോക്കണം. അതുമല്ല കോഴിക്കോട് വരെയുള്ള യാത്രയെ നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാംഗ്ലൂർക്ക് വന്നു നമ്മുടെ മൈസൂർ എക്സ്പ്രസ്സിൽ, അതിനാണ് വന്നത്. നമ്മളെപ്പോഴും കേരള ടു ബാംഗ്ലൂർ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത്തവണ എടുത്തില്ല, വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് വിത്ത് ലോക്കോ അറ്റാച്ച് ചെയ്ത് ഇവിടെ യാടി കിടപ്പുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കോച്ചൊക്കെ നോക്കി, വളരെ ശോകം കോച്ചാണ്. കാണിച്ചു തരാം, വണ്ടി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ. ഈ ലോക്കോ ഉണ്ട്, ഇത് കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു WDP 4D ആണ്. ഇതിന് ഞങ്ങൾ റെയിൽ ഫാൻസ് പറയുന്നത് പോലീസ് ബസ് ലിവറി ഇതാണ്. കാരണം പോലീസ് ബസ്സിൻ്റെ ആ ഒരു കളറിലുള്ളൊരു ലോക്കോ അല്ലേ, അടിപൊളിയല്ലേ, വെറൈറ്റി ഒരു സാധനമാണ്. WDP 4D 40253 അതാണ് ലോക്കോ. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ്സിനെ മംഗലാരം വരെ കൊണ്ടുപോകുന്നത്. ഇവിടെ ബാംഗ്ലൂർ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം 7-ന്റെ 8-ന്റെ നടുക്കായിട്ട് കണ്ട് ഇവിടെ ഒരു തലശ്ശേരി കിച്ചൺ എന്നാണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, തലശ്ശേരി കിച്ചൺ. പക്ഷേ അവിടെ ഉള്ള ആൾക്കാരും മലയാളികളൊന്നുമല്ല, ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. മലയാളി ഫുഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. തലശ്ശേരി കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതാ നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ്സിൻ്റെ റേക്ക് ഏതാണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 8:50 വണ്ടി വിടുന്നതിനൊരു 40 മിനിറ്റ് മുമ്പാണ് നമ്മുടെ റേക്ക് വരുന്നത്, കുറച്ച് താമസിച്ചു. അങ്ങനെ നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ്, വായിൽ എപ്പോഴും കണ്ണൂർ എക്സ്പ്രസ് എന്നാണ് വരുന്നത്, ഇനി മുതൽ കോഴിക്കോട് എക്സ്പ്രസ് കേട്ടോ. നമ്മുടെ ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്സിൻ്റെ റേക്ക് കണ്ട് വന്നിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 8-ലാണ് വന്നത്. അപ്പോൾ ഇതിന് നേരത്തെ ഞാൻ കാണിച്ച ലോക്കോ തന്നെയാണ് ഈ വണ്ടിക്ക് പോകുന്നത് കേട്ടോ, WDP 4D. നമ്മളന്ന് യാത്ര ചെയ്തപ്പോൾ ഈ വണ്ടിയുടെ സ്ലീപ്പറിനാണ് യാത്ര ചെയ്തത്. നല്ല കോച്ചായിരുന്നു. വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, വലിയ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പീസ്ഫുൾ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ കോച്ച് എൻ്റെ ഫസ്റ്റ് AC-യുടെ തൊട്ടപ്പുറത്തെ കോച്ചാണ്. കോച്ച് കാണിച്ചു തരാം. ഒരു നല്ല നരച്ച ഒരു എന്താ പറയുക, മറ്റേ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ കോച്ചില്ല, മറ്റേ വിവേകിൻ്റെ അതേപോലത്തെ ഒരു തേൻ്റെ കോച്ചാണ് കേട്ടോ. നോക്കി, അയ്യേ എന്തോ കോച്ച് അകത്ത് ഇനി അങ്ങനെ ഉണ്ടോ എന്നോ ആർക്കറിയാം. നമ്മുടെ ബർത്ത് ഇവിടെ 47 സൈഡ് ഡോറാണ്, ഇവിടെ ആണ് കേട്ടോ, ഡോറിൻ്റെ അവിടെ നിന്ന് 2ാമത്തെ റോ. അപ്പോൾ ഞാൻ ബെഡൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോച്ചൊക്കെ വൻ ശോകമാണ് കേട്ടോ, വൻ ശോകം കോച്ചാണ്, ഒട്ടും മെയിൻറ്റെയിൻ അല്ല. വാഷ്റൂം ഇനി എങ്ങാണ്ടോ നോക്കട്ടെ. വാഷ്റൂം കുഴപ്പമില്ല, പക്ഷേ അകത്തൊക്കെ ആണെങ്കിലും വലിയ സുഖമൊന്നുമില്ല. നിങ്ങൾ ഈ കോച്ചിൻ്റെ കോലം കണ്ടോ, നോക്ക്. നമ്മുടെ വിവേക് എക്സ്പ്രസ്സിൽ AC കോച്ചില്ല, അതേപോലത്തെ സാധനം കണ്ടോ. എന്നാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ A2 കാണിച്ചു തരാവേ. അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് കണ്ടോ, 2009 ഉണ്ടാക്കിയ കോച്ചാണ് A2. പക്ഷെ അത് നോക്ക് തിളങ്ങുന്നത്. അത് ഈയിടെ അങ്ങനെ ഓവറോളൊക്കെ കഴിഞ്ഞ കോച്ചാണ് കേട്ടോ. അത് കിടിലൻ കോച്ച്, നമ്മുടെ കോച്ചാണ്. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും കിട്ടുന്ന കോച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. നമ്മുടെ കേരളത്തിലേക്കുള്ള ഡീസൽ ലോക്കോ ഓടിപ്പിച്ചുള്ള വണ്ടിയാണെങ്കിലും ഇത് മംഗലാരം വരെയുള്ള ഡീസൽ ലോക്കോ, അവിടെ ഇലക്ട്രിക്കാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഓടുന്ന ഡീസൽ ട്രെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ ബോർഡ് ഇതാണ്, KSR ബംഗളൂരു കോഴിക്കോട് 16511. ഞാൻ നേരത്തെ കാണിച്ച സെയിം ലോക്കോ തന്നെയാണ് കേട്ടോ. KR പുരം സ്റ്റേറ്റിൻ്റെ ഒരു WDP 4D ആണ്. നമ്മുടെ പോലീസ് ബസ് ലിവറിയിലുള്ളൊരു ഐറ്റമാണ് ഇത്. ഈ ലിവറി അടിച്ചപ്പോൾ നല്ല രസമായിട്ട് കാണാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ ലിവറിയൊക്കെ കുറച്ച് ഫെയ്ഡായിപ്പോയി, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രൂ ഒക്കെ കയറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന ക്രൂ മിക്കവാറും ഹാസൻ അല്ലെങ്കിൽ സകലേഷ്പൂർ വരെ ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. നമ്മൾ സകലേഷ്പൂർ സുബ്രഹ്മണ്യ വഴിയാണ് പോകുന്നത്, ഘാട്ട് സെക്ഷനാണ്. അപ്പോൾ സകലേഷ്പൂരിൽ ഇതിന് ബ്രേക്കർ ലോക്കോസൊക്കെ കയറ്റും. രാത്രിയാണ്, കാണിക്കാൻ പറ്റത്തില്ല, മൊത്തം ഇരുട്ടായിരിക്കും, ഒന്നും കാണാൻ പറ്റത്തില്ല. അല്ല ലേറ്റ് ആയാലും കാണിക്കാം. കഴിഞ്ഞ ദിവസമെല്ലാം ലേറ്റ് ആയിരുന്നു ഈ വണ്ടി, 1.5-2 മണിക്കൂറൊക്കെ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കോ കേട്ടോ. മംഗലാരം വരെ ഈ ഒറ്റ ലോക്കോ ആണ് ഈ വണ്ടിയുടെ നയിക്കുന്നത്. വണ്ടി വിടാറായപ്പോഴേക്കും നമ്മുടെ അറ്റൻഡൻറ്റ് ബ്രോ വന്നിട്ട് ഇത് ബെഡ്ഷീറ്റൊക്കെ തരുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ കൃത്യസമയത്ത് 9:35 നമ്മുടെ ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് യശ്വന്ത്പൂരാണ്. യശ്വന്ത്പൂർ, പിന്നെ കുന്നികൾ, പിന്നെ വരുന്നത് ഹാസൻ റൂട്ടാണ്. അത് പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും കാണാനും പറ്റത്തില്ല കേട്ടോ, അതാണ് ഒരു പ്രശ്നം. നല്ല റൂട്ടായിരുന്നു, എന്ത് ചെയ്യാൻ.
നമ്മൾ സാധാരണ പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ അല്ലേ പോകുന്നത്, പക്ഷെ നമ്മളിപ്പോൾ പോകുന്ന റൈറ്റ് ട്രാക്കിൽ കൂടെ ആണ്. കാരണം ഇവിടെ നിന്ന് ഈ യശ്വന്ത്പൂർ വരെ 2 ലൈനും ബൈ ഡയറക്ഷൻ ലൈൻസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകും. ഈ ലൈനിൽ കൂടെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടും വരും. അപ്പോൾ ഈ ബാംഗ്ലൂർ യശ്വന്ത്പൂർ വരെയുള്ള ഈ ഒരു 2 ലൈനും ബൈ ഡയറക്ഷൻ ലൈൻസ് ആയതുകൊണ്ട് പാരലൽ എണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ റേസ് ഒക്കെ ചെയ്തില്ല, അതേപോലെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായി യശ്വന്ത്പൂർ ജംഗ്ഷൻ ആണ് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ, യശ്വന്ത്പൂർ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത് വിട്ടാൽ പിന്നെ കുന്നിക്കൽ എന്ന സ്ഥലത്താണ് പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വാഷ്റൂമിലാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ഏറ്റവും കൊച്ചിലെ വാഷ്റൂമാണ്. നോക്കി എന്തോ അടിപൊളി വാഷ്റൂം ആണെന്നുണ്ടോ. ആദ്യമായിട്ട് ഇത്ര വൃത്തിയുള്ളൊരു വാഷ്റൂം കാണുന്നു. നോക്കി എന്തുവാടി ഇത്, നല്ല വൃത്തി കേട്ടോ. ഇത് റീഫർബിഷ് ചെയ്ത് കിടിലനാക്കി ഈ ഒരു കോച്ച് കേട്ടോ ഇവര്. ഇതിൽ വാഷ്റൂം കണ്ടോ, അതിന്റെ മിററൊക്കെ വെച്ചേക്കുന്നുണ്ടോ, പക്ക കിടിലം കേട്ടോ. നല്ല ഫിനിഷിങ്ങും. ആരാണ് ഇതൊക്കെ റീഫർബിഷ് ചെയ്തത്, കൊള്ളാം കേട്ടോ ചെയ്തെന്തായാലും. നല്ല വൃത്തി, നല്ല വാഷ്റൂം കേട്ടോ. ആ വാഷ്റൂമും തൊട്ടപ്പുറത്തുള്ള എൻ്റെ കോച്ചിലെ വാഷ്റൂമും നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നോക്കിയേ എന്താ ഡിഫറൻസ് ആണെന്ന് നോക്ക്. എന്താല്ലേ ഈ വണ്ടിയിലുള്ള ഒരു 90% അല്ല 95% ആൾക്കാർ മംഗലാപുരത്ത് ഇറങ്ങും കേട്ടോ. കാരണം ഇതിനെ കണ്ണൂർ വരെ പോകുന്ന ആൾക്കാരെ വളരെ കുറവാണ്. എൻ്റെ കോച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ N2 കോഴിക്കോട് വരെ പോകുന്നത്. കണ്ണൂർ വരെ പോകുന്ന ആൾക്കാർ പോലും ഇല്ല. പയ്യന്നൂർ വരെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാവരും മംഗലാപുരത്ത് ഇറങ്ങും കേട്ടോ. ഈ വണ്ടിക്ക് പൊതുവെ അങ്ങനെയാണ്, എല്ലാവരും മംഗലാപുരത്ത് ഇറങ്ങും. മംഗലാപുരം വരെ ആൾക്കാർ കാണത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് കാലിയാണ്, കോഴിക്കോട് വരെ കാലിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി 12:30 ആകുമ്പോൾ ഹാസനെത്തും, വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ സുബ്രഹ്മണ്യ റോഡെത്തും. അപ്പോൾ അതിനിടയ്ക്കാണ് ആ ഗാർഡ് സെക്ഷൻ വരുന്നത്. തണുപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്ത് നിന്നപ്പോഴും തണുപ്പൊന്നുമില്ല. സാറിന് തണുപ്പുള്ള ഒരു ഏരിയ ആണ് ഇത്, തണുപ്പൊന്നുമില്ല. ഇപ്പം നല്ല ചൂടാണ് ഈ ബാംഗ്ലൂർ ഏരിയയൊക്കെ. അപ്പോൾ ലേറ്റ് ഒന്നും കാണത്തില്ലായിരിക്കും. കഴിഞ്ഞ 2-3 ദിവസമൊക്കെ 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി രാവിലെ കാണാം, രാവിലെ എണീക്കും പറയാം എവിടെ എത്തുമെന്ന്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇപ്പോൾ സമയം 5:30 ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് വണ്ടി ഓൺ ടൈമാണ്. ഒരു 15 മിനിറ്റ് ഡിലേ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ റണ്ണും ഈ ആഴ്ചയൊക്കെ എല്ലാം ഇതേപോലെ സുബ്രഹ്മണ്യക്ക് എത്തിക്കൊണ്ടിരുന്ന 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്ന അന്ന് കറക്റ്റ് ഓൺ ടൈമാണ്. ഇപ്പോൾ സമയം കണ്ട് 5:43 ആയതേ ഉള്ളൂ. നമ്മളിപ്പം പുത്തൂർ എത്താറായിട്ടുണ്ട്. മറ്റേ കബകപ്പുത്തൂർ എന്ന സ്റ്റേഷൻ അവിടെ എത്താറായിട്ടുണ്ട്. വണ്ടി വലിയ ഡിലേ ഒന്നുമില്ല എന്തോ ഭാഗ്യത്തിന്. വെളുപ്പിന് ഒരു 4 സെറ്റ് വണ്ടിയാണ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നത് ശരിക്കും. പഞ്ചഗംഗ, പിന്നെ അതിൻ്റെ പുറകിൽ നമ്മുടെ ഈ വണ്ടി ബംഗളൂരു കോഴിക്കോട്, ഇതിൻ്റെ പുറകിലാണ് മറ്റേ SMVT ബംഗളൂരു മുരുടേശ്വർ പോകുന്നത്. അതിൻ്റെ പുറകിൽ വിജയപുരം മംഗലാപുരം. അങ്ങനെ 4 എണ്ണമാണ് ഈ ഗാറ്റ്സ് ഇറങ്ങി മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നത്. ഒരു WDG4 ട്വിൻസ് ഇവിടെ നടുക്കുണ്ട്, വെറുതെ കിടക്കുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സുബ്രഹ്മണ്യ ഭാഗത്തേക്ക് വല്ലതും പോകാൻ വേണ്ടി കിടക്കുമായിരിക്കും. പൂനെയുടെ ലോക്കോസ് ആയിരുന്നു അതെ. അപ്പോൾ ഈ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഇഷ്ടംപോലെ മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തപ്പോഴും കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. കുറേ മലയാളികളുള്ള ഒരു സ്ഥലമാണ് ഈ പുത്തൂർ എന്ന് പറയുന്നത്. ഈ റൂട്ടിൽ മംഗലാപുരം ഔട്ടർ എത്തുന്നവരെ നമ്മൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂർ ഡിവിഷനിലാണ് കേട്ടോ. അവിടെ നിന്നാണ് പിന്നെ പാലക്കാട് ഡിവിഷൻ തുടങ്ങുന്നത്.
ഈ റൂട്ടൊക്കെ മൺസൂണിൽ ഒന്നും പറയണ്ട, അതുപോലത്തെ ഭംഗിയാണ്. നമ്മൾ ഇത്തവണ ഈ മൺസൂണിൽ നമ്മളൊരു മൺസൂൺ ട്രാവൽ സീരീസ് നടത്തുന്നുണ്ട്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൺസൂണിൽ പോയാൽ നല്ല കിടിലൻ കാഴ്ചകൾ കാണാൻ പറ്റുന്ന റൂട്ട്സൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. മൺസൂൺ ട്രാവൽ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും ഈ റൂട്ടും ഉണ്ടാവും. അപ്പോൾ അത് വരുന്നുണ്ട് ഉടനെ. അങ്ങനെ നമ്മൾ മംഗളൂരു ജംഗ്ഷൻ കണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉടുപ്പി ഭാഗത്തു നിന്ന് വരുന്ന ആ കൊങ്കൺ റെയിലിലേക്കൂടെ വരുന്ന ലൈനാണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മംഗളൂരു ജംഗ്ഷനിൽ കയറാൻ പോവാണ്. ഓൺ ടൈമാണ് വണ്ടി, ഓൺ ടൈം. പോലീസ് ബസ് ലിവറിയിലുള്ള നമ്മുടെ കൃഷ്ണരാജപുരത്തിൻ്റെ WDP 4D ആയിരുന്നു നമ്മുടെ ലോക്കായിട്ട്. അത് മംഗളൂരു സെൻട്രൽ വരെ ഓടത്തുള്ളൂ. അവിടെ നിന്ന് ഇനി ഏതെങ്കിലും ഇലക്ട്രിക് ലോക്കോ ആയിരിക്കും നമ്മുടെ വണ്ടിക്ക് കൊടുക്കുന്നത്. ഏത് ലോക്കോ ആണ് അവിടെ ചെന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ മംഗളൂരു ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം 3യിലാണ് വന്ന് കയറുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് മംഗളൂരു സെൻട്രലാണ്. അതുകൊണ്ട് അപ്പുറത്തെ നമ്മുടെ അന്ത്യോദയമായിട്ട് ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു. ഈ അന്ത്യോദയ എക്സ്പ്രസ് ഇപ്പം മറ്റേ കോട്ടയം വഴിയുള്ളൊരു അന്ത്യോദയമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. സെയിം റേക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയായിട്ട് തുടങ്ങിയപ്പോൾ ഇതിന് ബോർഡ് ഇവർ മാറ്റിയതുകൊണ്ട് ഇപ്പോൾ ഈ ബോർഡ് കണ്ടോ, TVCN MAGN എന്ന് ചുമ്മാ കൈ കൊണ്ട് എഴുതി വെച്ചേക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവാനാണ് പറ? എങ്ങനെ മനസ്സിലായി? കോഡൊക്കെ എഴുതി വെച്ച സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? TVCN MAGN നോക്ക്, എന്തോക്കെ പരിപാടിയാണ് നോക്കണേ. ഇത് എനിക്കറിയില്ല എന്തുവാ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ആരെങ്കിലും അവിടുത്തെ റെയിൽവേ വർക്ക് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബോർഡ് മാറ്റി നല്ലൊരു ബോർഡ് വെച്ചൂടെ? നോക്ക്, TVCN MAGN. എന്തോക്കെ പരിപാടിയാണ് നോക്ക്. നമ്മുടെ കോച്ചിൻ്റെ അവസ്ഥ ഞാൻ പകൽ കാണിച്ചില്ലല്ലോ. പകൽ കാണുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും. കണ്ടോ, എനിക്ക് നമ്മളെ അസമിലൊക്കെ പോയപ്പോൾ കണ്ട ട്രെയിനുകളുടെ കോച്ച് പോലെ ഇത് കണ്ട എന്തോ അവസ്ഥയാണ് നോക്കണേ. പഴയതോ ഒരു കോച്ച്, പഴയ കോച്ചല്ല, 2019 ഉണ്ടാക്കിയ കോച്ചാണ്. പക്ഷേ ഒട്ടും മെയിൻറ്റെയിൻ ഉണ്ടല്ലോ. കണ്ടോ എന്തൊക്കെയാണ്. സാധാരണ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഒക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ്റെ കോച്ചുകളാണ്. പക്ഷെ നമുക്ക് കിട്ടിയ എന്തോ പറ്റി എനിക്കറിയില്ല എന്തോ ആണ്. കുറേ നാളായിട്ട് ഇങ്ങനെ അവസ്ഥ. നമ്മൾ കയറുന്ന കോച്ചൊക്കെ വലിയ ചോകമാണ്. എറണാകുളത്തിൻ്റെ ആൽക്കോ വെസ്റ്റ് കോസ്റ്റിൻ്റെ റേക്ക് ഷണ്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കിടിലൻ ആൽക്കോ ആയിരുന്നല്ലേ അത്. നല്ല രസമുണ്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ഡീസലിൻ്റെ കളിയാണ്. നമ്മളും ഡീസൽ, ഇതൊരു ഡീസൽ, എല്ലാം ഡീസൽ. നമ്മളങ്ങനെ മംഗളൂരു സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പ്ലാറ്റ്ഫോം 3യിലാണ് വന്ന് കയറുന്നത്. അപ്പുറത്ത് പുറപ്പെടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഏറനാട് എക്സ്പ്രസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏറനാട് അവിടെ നിൽക്കുന്നു, ഈരോടിൻ്റെ ഒരു P4 ആയിട്ട്. ഇവിടെ ഇനി നമ്മുടെ വണ്ടി ഒരു മണിക്കൂർ ചില്ലുവാനിവിടെ. നിങ്ങൾ നോക്കിക്കാണും, ഇപ്പോൾ സമയം 7:21. 1 മണിക്കൂർ അടുപ്പിച്ചൊക്കെ ഇടാറുണ്ട് നോർമലി. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. സാറിന് 8:30 ആവുമ്പോഴാണ് എടുക്കുന്ന വണ്ടി. നമ്മുടെ ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് ഇപ്പോൾ രാവിലെ വന്നതേ ഉള്ളൂ. രാവിലെ കുറേ വണ്ടികൾ അറൈവിങ് ഡിപ്പാർച്ചറും ഒക്കെ ഉണ്ട്. ഈ വണ്ടിക്ക് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അടുത്ത മാസം. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ ടിക്കറ്റ് കിട്ടാൻ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വണ്ടിയിൽ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്ത മാസം കയറുന്നുണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. ചെന്നൈ മംഗളൂരു സൂപ്പർ ഫാസ്റ്റ്. അയ്യോ, ഇത് പ്ലാറ്റ്ഫോം 3 അല്ല കേട്ടോ, പ്ലാറ്റ്ഫോം 2 ആണേ. പ്ലാറ്റ്ഫോം 2ലാണ് വന്ന് കയറിയത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസിൻ്റെ ലോക്കോ അതായിട്ട് പോകുന്നുണ്ട്. റോയപുരത്തിൻ്റെ ഒരു WP7 ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ WP4 പോകാറുണ്ട്, പക്ഷേ ഇന്ന് WP7 ആണ് കേട്ടോ. 37509 നമ്മുടെ ലോക്കോ അതായിട്ട് പിടിപ്പിക്കാൻ പോവാണ്. റോയപുരത്തിൻ്റെ WP7 37509. പിന്നെ പിടിപ്പിച്ചിട്ട് എപ്പോൾ വിടുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ സമയം
7:45 കേട്ടോ. അപ്പോൾ മംഗലാപുരത്ത് നിന്ന് കൊടുക്കുന്ന WP7 ഈ വണ്ടീനെ തിരിച്ചും ഇവിടെ മംഗലാപുരത്ത് കൊണ്ടുവരുന്നത്. കോഴിക്കോട് പോയിട്ട് തിരിച്ച് വരുന്നത് ഈ സെയിം ലോക്കോ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറുന്ന ക്രൂ മിക്കവാറും കോഴിക്കോട് വരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നല്ല കിടല ലോക്കോ, ഫ്രഷ് ലോക്കോ കേട്ടോ. WP7 ആയതുകൊണ്ട് പറന്നോളും, സീനില്ല. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് AC ക്കുള്ളിലാണ് കേട്ടോ. ഫസ്റ്റ് AC സാധാരണ ഫസ്റ്റ് ACയിലാണ് വലിയ സ്പീഡ്, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇതിന് ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. ഇതുണ്ടാ കൂപ്പേ ക്യാബിനൊക്കെ ഫുൾ ആൾക്കാരൊക്കെ ഇറങ്ങി ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് AC. ഇപ്പോൾ സമയം 8:07 നമ്മളങ്ങനെ മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു 35 മിനിറ്റ് ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇനി ഈ വണ്ടി കോഴിക്കോട്ടൊക്കെ എക്സ്റ്റെൻഡ് ആക്കിയപ്പോൾ ഇതിന് കുറേ പോരായ്മകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ സ്ലാക്ക് ടൈമാണ്. ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകാൻ വേണ്ടി ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് 3.5 മണിക്കൂറാണ്. പോരെ 3.5 മണിക്കൂർ, 1.5 മണിക്കൂർ പോലും വേണ്ട. 3.5 മണിക്കൂറാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന ടൈം. എന്നിട്ട് കണ്ണൂർ നിന്ന് കോഴിക്കോട് വീണ്ടും ഉണ്ട് 1 മണിക്കൂർ 40 മിനിറ്റ്. അങ്ങനെ കോഴിക്കോട് എത്തുന്നത് 1 മണി അടുപ്പിച്ചാണ് എത്തുന്നത്. അതുകൊണ്ട് ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ലേറ്റായിട്ടൊക്കെയാണ് മംഗലാപുരത്തൊക്കെ വന്ന് കയറുന്നത്. എന്നിട്ട് കോഴിക്കോട് ഓൺ ടൈം എത്തും. പക്ഷേ ഇന്ന് വലിയ ഡിലേ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇടയിലേക്ക് വഴി കിടക്കും. പുറയിൽ ഹംസഫറൊക്കെ വരുന്നുണ്ട്. ഹംസഫർ നേത്രാവതി കയറി പോയെന്ന് തോന്നുന്നു. നേത്രാവതി ഇന്ന് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ല തേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിലായി കേട്ടോ. ഏറ്റവും ബാക്കിൽ, നമ്മൾ നേരത്തെ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു, നമ്മളിപ്പോൾ ഏറ്റവും ബാക്കിലായി. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു മേജർ കൺസേൺ ആണ് ഹൈജീൻ ഇല്ലായ്മ എന്ന് പറയുന്നത്. ഒട്ടും ഹൈജീൻ കാണത്തില്ല നമ്മുടെ ഇന്ത്യൻ ട്രെയിൻസിലെല്ലാം, അറിയാമല്ലോ. ഹൈജീൻ എന്ന സാധനം അടുത്തൂടെ പോകാത്ത വണ്ടികളൊക്കെയാണ് ഭൂരിഭാഗം. ഹൈജീൻ ഇല്ലെന്നല്ല, ചില വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ടോയ്ലറ്റ്സ് ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം മൂത്രമൊക്കെ ഒഴുകുകയാണെങ്കിൽ പുറത്തൂടെ ഒക്കെ മൊത്തം വെള്ളമാക്കി നശിപ്പിച്ച് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ ആർക്കും അറിയത്തില്ല. ഹൈജീൻ ഇല്ലായ്മയാണ് നമ്മുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് കോഴിക്കോടുള്ള 4 ചെറുപ്പക്കാരൊരു കിടില സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റെയിൽ ഹൈജീൻ കിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണ് നമ്മുടെ സാധനം, റെയിൽ ഹൈജീൻ കിറ്റ്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം എന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ റെയിൽ ഹൈജീൻ കിറ്റിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ടൂത്ത് ബ്രഷ് കാണും, പിന്നെ ഒരു വെറ്റ് വൈപ്സ് കാണും. വെറ്റ് വൈപ്സ് 2 ഉണ്ട്, ടോയ്ലറ്റ് സീറ്റ് കവർ 2 ഉണ്ട്, ഫേസ് മാസ്ക് ഉണ്ട്, കട്ട്ലറി കിറ്റ് ഉണ്ട്, ടാബ്ലറ്റ് പേസ്റ്റ് ഉണ്ട്, വെറ്റ് ടവലുണ്ട്, പേപ്പർ സോപ്പ് ഉണ്ട്, മിനി സാനിറ്റൈസർ 5 ഉണ്ട്, കോട്ടൺ പൗച്ചും ഉണ്ട്, പിന്നെ ഒരു ട്രാവൽ പ്ലേ പാക്കും ഉണ്ട്. അപ്പോൾ ആ ട്രാവൽ പ്ലേ പാക്കിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഇവിടെ 2 ഡൈസും കൊടുത്തിട്ടുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി സ്നേക്ക് അലേർട്ടറും സംഭവങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിന് MRP ഇവർ കൊടുത്തിരിക്കുന്നത് 149 റുപ്പീസാണ്. അപ്പോൾ തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഒരു കാർഡ് അവർ കൊടുത്തിട്ടുണ്ട്. UR സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് 10% ഓഫറിൻ്റെ ഒരു കൂപ്പൺ കോഡും പിന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു താങ്ക് യു കാർഡ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോട്ടൺ പൗച്ച് അവർ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഐറ്റം. ഇതുകൊണ്ടോ ഒരു മെയ്ഡ് ഫോർ ദ മൂന്നും പറഞ്ഞുകൊണ്ടൊരു അടിപൊളി ഒരു കോട്ടൺ പൗച്ച്. പിന്നെ കൊടുത്തേക്കുന്ന ഒരു കിടില സാധനമാണ് സോപ്പ് സ്ട്രൈപ്സ്. അതായത് നമ്മൾ ഈ സോപ്പ് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതിന് ഭേദം ഇതിൽ നിന്ന് ഒരു സ്ട്രൈപ്പ് എടുത്തത് ഉണ്ടോ, ഇത് മറ്റേ പേപ്പർ ഷീറ്റ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇതൊരു സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സോപ്പാണ്. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ആ സോപ്പിൻ്റെ മയം നമ്മുടെ കൈ വരുന്നുണ്ട്. ഇതെന്തായാലും കിടില സാധനം കേട്ടോ. സോപ്പ് സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ 10 രൂപയുള്ള ഈ സാധനത്തിന് കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ മോൻ കഴിയാനൊക്കെ ആയിട്ട് ഈ ഒരു സോപ്പ് സ്ട്രൈപ്പ് മാത്രം മതി കണ്ടോ. നമുക്ക് അടിപൊളിയല്ലേ. ഇതാണ് സോപ്പ് സ്ട്രൈപ്സ്. ഇതുണ്ട്. പിന്നെ ഒരു മാസ്ക് അവർ തന്നിട്ടുണ്ട്, മാസ്ക്. പിന്നെ ഒരു വെറ്റ് വൈപ്സ്. ഇതൊക്കെ അത്യാവശ്യ സാധനങ്ങളാണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. വെറ്റ് വൈപ്സ് 2 ഉണ്ട്. പിന്നെ ഒരു പ്രീമിയം വെറ്റ് ടവലും ഉണ്ട്. അതായത് നമ്മുടെ ദേഹം മൊത്തം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വലിയൊരു പ്രീമിയം വെറ്റ് ടവലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ടോയ്ലറ്റ് സീറ്റ് കവർ. അതെന്തായാലും ഒരു കിടില സാധനമുണ്ട്. ടോയ്ലറ്റ് സീറ്റ് കവർ ട്രെയിനിലെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുമ്പോൾ മെയിൻ ഒരു പ്രശ്നമാണ് ഈ ആൾക്കാർ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഈ ടോയ്ലറ്റിൻ്റെ മുകളിലൊക്കെ കിടക്കുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് അവർക്കൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളും ഇതുപോലെ നമ്മളിവിടെ പോയി ഇരിക്കുമ്പോഴും നമുക്കും കിട്ടും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്, ടോയ്ലറ്റ് സീറ്റ് കവർ. പിന്നെ ഒരു കട്ട്ലറി കിറ്റ് ഉണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കട്ടെ. കട്ട്ലറി കിറ്റിനകത്ത് ഒരു സ്പൂണുണ്ട്, പിന്നെ ഒരു ടിഷ്യൂ ഉണ്ട്. ഇതാണ് സംഭവം കട്ട്ലറി കിറ്റ്. പിന്നെ 5 പാക്കറ്റ് ഹാൻഡ് സാനിറ്റൈസർ ജെല്ലുണ്ട് കേട്ടോ. 5 ഉണ്ട്. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ സാധനം. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ള സാധനമാണ് ഈ ഹാൻഡ് സാനിറ്റൈസറൊക്കെ. പിന്നെ ഒരു ഡെൻറ്റൽ കിറ്റും ഉണ്ട് കേട്ടോ. ഡെൻറ്റൽ കിറ്റ്. ഈ ഡെൻറ്റൽ കിറ്റിനകത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു ബ്രഷ് കണ്ടോ. ഈ ബ്രഷ് നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ മറ്റേ പേസ്റ്റ് അല്ല, ഇത് മറ്റേ ടൂത്ത് പേസ്റ്റ് ടാബ്ലറ്റ് ആണ്. ഇത് നമ്മൾ ചവച്ചിട്ട് ഇത് ബ്രഷ് ചെയ്യണം.
പ്രസ് ചെയ്തിട്ട് നമ്മൾ തുപ്പിക്കാണണം. അതാണ് സംഭവം കേട്ടോ. പേസ്റ്റിന് പകരം ഈ ഒരു ടാബ്ലറ്റാണ്. അതായത് സ്പേസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഇത് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ആണ് ഈ ഒരു റെയിൽ ഹൈജീൻ കിറ്റ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ റെയിൽ ഹൈജീൻ കിറ്റിലുള്ളത്. ഇത് നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേർ തന്നെ അവർ തുടങ്ങിയ ഒരു സംഭവമാണ്. അവർ ഡൽഹിയിൽ പഠിക്കാൻ പോകാൻ നേരത്ത് അവർ ഫേസ് ചെയ്തൊരു കൺസേൺ ആയിരുന്നു ഈ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ കുറച്ച് പേര് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ് ഈ റെയിൽ ഹൈജീൻ കിറ്റ് എന്ന് പറയുന്നത്. സംഭവം കിടിലമാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. അവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, ചേട്ടാ ഇതുപോലെ വീഡിയോയിൽ കാണിക്കാമെന്ന് ചോദിച്ചു. കാണിക്കാമെന്ന് പറഞ്ഞ് അവരെനിക്ക് അയച്ചു തന്നതാണ്. കിടില സംഭവമാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ലൂഡോയും പിന്നെ സ്നേക്ക് ലാഡറും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചേക്കുമല്ല, ഈ പാക്കറ്റിനകത്ത് തന്നെയാണ്. ഇത് കണ്ടോ, നമ്മൾ ഈ പാക്കറ്റ് രണ്ടായിട്ട് കീറിയാൽ ഇതുകൊണ്ട് ഇവിടെ സ്നേക്ക് ലാഡറും ഉണ്ട്, പിന്നെ ലൂഡോയും ഉണ്ട്. അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയാണ് ഇവർ ഡൈസ് തന്നിരിക്കുകയാണ് കേട്ടോ. ഡൈസും ഉണ്ട്. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് യാത്രയാണെങ്കിൽ വെറുതെ മൊബൈൽ നോക്കി സമയം കളയുന്നതിന് പകരം നമ്മളെ ടൈം പാസിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഭയങ്കര അടിപൊളിയാണ്, ഈ സ്നേക്ക് ലാഡർ കളിയും ലൂഡോ കളിയും. അപ്പോൾ സംഭവം കിടലമാണ്. 149 റുപ്പീസാണ് ഈ ഒരു റെയിൽ ഹൈജീൻ കിറ്റിനെ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ നമ്പറും പിന്നെ അവരുടെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ നോക്കാൻ മറക്കരുത്, അടിപൊളി സംഭവമാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോഴിക്കോട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 4 അവിടെ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് റെയിൽ ഹൈജീൻ കിറ്റിൻ്റെ. നമ്മൾ ആ എൻട്രൻസിന് അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കോച്ചിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. ആരുമില്ല ഇതിനകത്ത്. ആകെ എന്നെപ്പോലെ ഒരു 3-4 പേരുണ്ട്. അവർ കുറച്ച് പേര് പയ്യന്നൂരും കാസർഗോഡൊക്കെ ഇറങ്ങും. വണ്ടി ഫുൾ കാലിയായി. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് 11 മണിക്കൂർ 37 മിനിറ്റ് മതി. പക്ഷേ ഈ വണ്ടിക്ക് 15 മണിക്കൂറോടെ അറിയാമോ. പക്ഷേ ഈ നമ്മൾ വരുന്ന വണ്ടി ഷോർട്ടസ്റ്റ് റൂട്ടാണ്, അത് ലോങ്കസ്റ്റ് റൂട്ടാണ്. അത് ലോങ്കസ്റ്റ് റൂട്ടായിട്ട് അത്ര സമയം എടുക്കുന്നുള്ളൂ. ഇത് ഷോർട്ടസ്റ്റ് റൂട്ടായിട്ട് നല്ല ട്രാവൽ ടൈം എടുക്കുന്നുണ്ട്. അതിന് കാരണം ഗാർഡ് സെക്ഷനാണ്. പിന്നെ ഈ കണ്ണൂർ കൊടുത്തിരിക്കുന്ന സ്ലാക്ക് ടൈമുമാണ്. ആ സ്ലാക്ക് ടൈം കുറച്ചാൽ തന്നെ 1-2 മണിക്കൂർ കുറയും. ഈ വണ്ടിയിൽ ഏറ്റവും വൃത്തികെട്ട കോച്ചാണ് എൻ്റെ കോച്ച് കേട്ടോ. ഇതിലെ വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റിനാന്ന് കണ്ടേ, നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അടിയിലൊന്നുമില്ല. നമ്മൾ കാര്യം സാധിക്കുന്നതെല്ലാം നേരെ ട്രാക്കിലൂടെ പോകുന്നത്. പൊളിഞ്ഞ് കിടക്കുകയാണ് അറിയോ. അതുപോലത്തെ വൃത്തികെട്ട കോച്ചാണിത്. ബാക്കി ഒരു കോച്ചും അത്രയും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. അരമണിക്കൂർ ഡിലേ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ നേത്രാവതി പോയിട്ടുണ്ട്. 3.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് നേത്രാവതി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും പയ്യാണ് പോകുന്നത്. കൊങ്കണിയിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇപ്പോൾ നല്ല ലേറ്റാണ്. എനിക്കറിയില്ല എന്തുവാണ്, മൺസൂൺ ടൈമിനോടും ആയിട്ടില്ല, എന്നിട്ട് ലേറ്റാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ്സിന് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് കോഴിക്കോട് എത്തിയാൽ അതുപോലെ സമയമാണ് കൊടുത്തേക്കണം അറിയോ. ഇവിടെ ഞാൻ പറയാം, മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെ 3.5 മണിക്കൂറാണ് ഈ വണ്ടിക്ക് ടൈം കൊടുത്തേക്കണത്. വണ്ടിക്കകത്ത് ഇപ്പം ആരുമില്ല, ഫുൾ കാലി കേട്ടോ. ആരും ഒറ്റ മനുഷ്യരില്ല കേട്ടോ, ആരുമില്ല, എല്ലാവരും ഇറങ്ങി. നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാട് ഈ കോച്ചിൻ്റെ പടുതി ഉണ്ട്, ഫുൾ പാച്ച് വർക്കാണ്. കാഞ്ഞങ്ങാട് എത്തി. ഇനിയിപ്പോൾ ഇതിനടുത്തത് നീലേശ്വരത്താണ് സ്റ്റോപ്പുള്ളത്. കാഞ്ഞങ്ങാട് നീലേശ്വരം. മുന്നിൽ നേത്രാവതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ പയ്യാണ് പോകുന്നത്. നേത്രാവതി കയറി പോത്തുമില്ല. നമ്മുടെ ട്രിവാൻഡ്രം മംഗളൂരു എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങാൻ നേരത്തെ അത് കയറി വരുവാണേ.
ഈ വണ്ടി കുറേ നാളായിട്ട് ഇന്ന് എക്സ്റ്റെൻഡ് ആക്കും, നാളെ എക്സ്റ്റെൻഡ് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഇലക്ഷൻ ആവാറായപ്പോഴാണ് ഇത് കോഴിക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ആയത്. കോഴിക്കോട്ട് എക്സ്റ്റെൻഡ് ആയത് ഈ സ്ലാക്ക് ടൈം ഭയങ്കരമായിട്ട് കൂട്ടി ഇവർ. കാരണം അതെന്തോ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഈ സമയത്ത് കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടുള്ളതുകൊണ്ടായിരിക്കും, അതിനിടയ്ക്കൂടെ ക്ലാഷ് ആവേണ്ടതെന്ന് വെച്ചായിരിക്കും. എന്തായാലും ടൈം ടേബിൾ ഇട്ട ആൾ ഒത്തിരി ടൈമും കൂട്ടിപ്പോയി. കുറച്ചുകൂടെ ടൈം കുറച്ചായിരുന്നെങ്കിൽ ഇത് നേരത്തെ കോഴിക്കോട് എത്തുമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് പോകേണ്ട ആൾക്കാർക്ക് ഒന്നാമത് അവർക്ക് എളുപ്പം ബസ്സാണ്. അപ്പം ട്രെയിനിന് പോകുകയാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എളുപ്പം മറ്റേ യശ്വന്ത്പൂർ കണ്ണൂരാണ്. ഇത് ഏകദേശം 4 മണിക്കൂർ റണ്ണിങ് ടൈം കൂടുതലാണ്. കണ്ണൂർ കഴിഞ്ഞിട്ട് ഇതിന് സ്റ്റോപ്പുകൾ കൊടുത്തേക്കുന്നത് തലശ്ശേരി, വടകര, കൊയിലാണ്ടി 3 സ്റ്റേഷനിലാണ് കോഴിക്കോടിന് മുമ്പ് ഇതിന് സ്റ്റോപ്പ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ നീലേശ്വരം എത്തി. ഇതിൻ്റെ മുന്നിൽ ഏറനാടോ പിന്നെ നേത്രാവതി കുറച്ച് ലേറ്റാണ്. ഏറനാടൊക്കെ പോകുന്നതുകൊണ്ട് ഈ വണ്ടിയിൽ അങ്ങനെ കോഴിക്കോട് പോകാൻ ആൾക്കാരൊക്കെ കയറുന്നത് വളരെ കുറവാണ് കേട്ടോ. നമ്മളിനി പയ്യന്നൂരും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂരെത്തും. കണ്ണൂരിൻ്റെ സമയം 10:55. ഇത് ഇങ്ങനെ പോകാനൊരു 10:15 ആകുമ്പോൾ കയറും, ചിലപ്പോൾ അതിന് മുന്നേ കയറും. എന്നിട്ട് 1 മണിക്കൂർ ചിൽവാനം കണ്ണൂർ കിടക്കും. എന്തോ ടൈമിംഗ് ഒക്കെയാണ് എന്തോ. സമയം ഇപ്പോൾ 9:44 നമ്മൾ പയ്യന്നൂരെത്തി. ഇനി ഇവിടെ നിന്ന് ഇനി ശക്കരയുള്ളൂ കണ്ണൂരെത്താൻ വേണ്ടി. നമ്മളൊരു 10:10 ആകുമ്പോൾ എത്തും. 10:55 കണ്ണൂർ സമയം. എൻ്റെ ദേവേ, കണ്ണൂർ ഒടുക്കത്തെ പോസ്റ്റ് ആയിരിക്കും നമ്മുടെ വണ്ടി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ കോച്ച് നമ്മളെ ഈ ആസാമിലൊക്കെ കാണുമ്പോൾ അവിടുത്തെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഡിസൈൻ അതേപോലത്തെ ടച്ച് ഉണ്ടെന്ന്. കറക്റ്റാണ് കേട്ടോ. ഇതുകൊണ്ട് NFR അലോട്ട് ചെയ്തിരിക്കുന്ന NFR-നാണ്. അപ്പോൾ NFR-ലെങ്ങാണ്ട് ഓടിയ സാധനമാണ്. ഓടിത്തേൻ്റെ സാധനം ബാംഗ്ലൂർ വന്നിട്ട് ഈ വണ്ടിക്ക് അങ്ങോട്ട് എടുത്ത് കൊടുത്ത്. അതാണ് നടന്നത്. നല്ല അടിപൊളി കോച്ച്, ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. അത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കിട്ടിയാലെങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ കോച്ചും നല്ലതാണ്. ഈ കോച്ചാണ് വൻ ശോകം. സമയം ഇപ്പോൾ 10 മണിയായതേ ഉള്ളൂ. നമ്മൾ കണ്ണൂര് എത്തി. 10:55 കണ്ണൂർ കയറിയാൽ മതി. ഇപ്പോഴേ നമ്മൾ കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നൊരു 10 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. മുന്നിൽ റെഡ് കിടക്കുവാണ്. വണ്ടി ഇവിടെ ചവിട്ടാൻ പോവാണ്. തൊട്ട് മുന്നിൽ നേത്രാവതി ഉണ്ട്. അപ്പോൾ അത് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് നമ്മളിവിടെ ചവിട്ടുന്നത്. നേത്രാവതിക്ക് കയറി പോയി കേട്ടോ. എന്നിട്ട് നമ്മളെ വിട്ടില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ ആണ്ട് ഇവിടെ പിടിച്ചിട്ടേക്കായിരിക്കും വെറുതെ. മുന്നിൽ വണ്ടിയൊന്നുമില്ല കേട്ടോ. നമ്മളൊരുപാട് നേരത്തെ അല്ലേ 10:55 കണ്ണൂർ കയറിയാൽ മതി. ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ഇവിടെ ഇട്ടിട്ട് കണ്ടോ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ശബ്ദമാണ്. ടക്ക് 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 എന്ന് പറയുന്നത്. മറ്റേ ഇത് വീലിന് ഫ്ലാറ്റ് വീലിന് സംഭവമുണ്ട്. കുറേ ഓടിക്കഴിയുമ്പോൾ വീലിൽ വരുന്ന ഒരു സംഭവമാണ് ഫ്ലാറ്റ് വീല്. അപ്പോൾ ഈ ഫ്ലാറ്റ് വീലിൻ്റെ ശബ്ദമാണ് ഈ കോച്ചിലൊക്കെ കേൾക്കുന്ന ഈ ടക്ക് 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 എന്നൊരു ശബ്ദം. നമ്മൾ കണ്ണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസിൻ്റെ റേക്ക് കണ്ട് ഷണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ വണ്ടി കണ്ണൂർ ടെർമിനേറ്റ് ചെയ്യാൻ നേരത്തെ ഈ 2 റേക്കും കൂടെ അവർ ആഴി കൊണ്ടിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കണ്ണൂർ യശ്വന്ത്പൂരിൻ്റെ റേക്ക് മാത്രമേ കൊണ്ടിടാറുള്ളൂ. ഈ റേക്ക് നേരെ കോഴിക്കോട് പോകും. ഇപ്പോൾ സമയം 10:19 നമ്മളങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലേക്കായിട്ട് കയറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് 11 മണിക്കേ നമ്മുടെ വണ്ടി എടുക്കത്തുള്ളൂ കേട്ടോ. അതായത് 40 മിനിറ്റ് വണ്ടി ഇവിടെ കിടക്കും. എന്തൊക്കെയാണ് അതൊക്കെ. കണ്ണൂർ ഇറങ്ങിയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് വരാനുള്ള സമയമുണ്ട് പോരെ. എന്തൊക്കെയാണ് അത്. വണ്ടിക്കകത്ത് ഒറ്റ മനുഷ്യനല്ല കേട്ടോ. AC എല്ലാം കാലിയായി. എന്തിനാണോ ഇത് കോഴിക്കോട് പോകുന്നത് എനിക്കൊരു പിടുത്തം കിട്ടത്തില്ല കേട്ടോ. ഒറ്റ മനുഷ്യനില്ല അതിനകത്ത്. ജനറൽ കോച്ചിൽ പോലും ആരും കയറാനില്ല പോരെ. അതുപോലെ കാലിയാണ്. AC ഒക്കെ ഫുൾ കാലിയായി. ഒന്നും ആരുമില്ല. എല്ലാവരും ഇറങ്ങി. എല്ലാവരും കണ്ണൂരായപ്പോൾ ഇറങ്ങി. സ്ലീപ്പറിലാണ്ട് എല്ലാവരും കണ്ണൂരായപ്പോൾ ഇറങ്ങി. എന്തിനാ നടത്തില്ല ഈ വണ്ടി കോഴിക്കോട്ടൊക്കെ സെൻറ്റാക്കിയത്? ഒരു പിടുത്തവും ഇല്ല. വെറുതെ സമയം കൂട്ടാൻ വേണ്ടിയിട്ട്. നീ എന്നെ തെറി വിളിക്കാൻ ആരും വരില്ല കേട്ടോ. സമയം ഇപ്പോൾ 10:36 ആയതേ ഉള്ളൂ.
അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പം എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് വരുന്ന ഒരു അനൗൺസ് ചെയ്യുന്നുണ്ട്. നമുക്കത് പോയി സ്പോട്ട് ചെയ്യാം. ഈ വണ്ടി ഒരു 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സമയം 10:40 നമ്മൾ 11 മണിക്ക് വിടുന്നു പ്രതീക്ഷിക്കുന്നു. തൊട്ട് പുറകിൽ ഹംസഫർ ഉണ്ട്, പക്ഷെ അത് 11:30 ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ടൈം എടുത്തു കേട്ടോ. കറക്റ്റ് 11 മണിയായപ്പോൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ സമയം കോഴിക്കോട്ടെ 12:40, പക്ഷെ നമ്മളിപ്പം ഓൺ ടൈം എടുത്തുകൊണ്ട് ഒരു 12:15 ആകുമ്പോൾ എത്തുമായിരിക്കും. എടുത്തപ്പോൾ തന്നെ നല്ല സ്പീഡാണ്. WP7 അല്ലേ, കത്തിച്ചൊക്കെ വിട്ടോളൂ. നമ്മൾ 5 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചായിട്ട് തലശ്ശേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി ആയിട്ട് ഇവിടുന്ന് ഡിപ്പാർട്ടായി പോവാണ്. തലശ്ശേരി, വടകര, കൊയിലാണ്ടി ഈ 3 അടുത്താണ് കോഴിക്കോടിന് മുമ്പ് ഇതിന് സ്റ്റോപ്പ് ഉള്ളത്. 11:21 വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പൊ സമയം 11:16. വടകര എത്താറായി. വടകര എത്തുന്നതും ഒരു 5 മിനിറ്റ് നേരത്തെയാണ്. എല്ലായിടത്തും 5 മിനിറ്റ് നേരത്തെ വെച്ചാണ് എത്തുന്നത് കേട്ടോ. നമുക്ക് എന്ത് വൃത്തിയെന്ന് നോക്കിയാൽ നമ്മുടെ അടുത്ത സ്റ്റേഷനൊക്കെ നമുക്ക് ആ ചേച്ചിമാരൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടോ. വടകര സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പാലക്കാട് ഡിവിഷനിലെ സ്റ്റേഷനൊക്കെ ട്രിവാൻഡ്രം ഡിവിഷനൊക്കെയായിട്ട് നല്ല വൃത്തിയുണ്ട്. ഞാൻ കണ്ട കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസിന്റെ അവസാനത്തെ സ്റ്റോപ്പാണ് എത്തുവാണ്. കൊയിലാണ്ടി കേട്ടോ. ഓൺ ടൈമാണ് ഇവിടെ. ഈ കോച്ചിൽ പയ്യന്നൂർ മുതൽ കോഴിക്കോട് വരെ വേറെ ആരും ഇല്ലായിരുന്നു. ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു, അറിയോ? ഞാൻ മാത്രം. അത്രയ്ക്ക് കാര്യമായിരുന്നു വണ്ടി. കണ്ണൂരിൽ ആരും ഇല്ല, ഒറ്റ മനുഷ്യന്മാരില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കറിയില്ല ഇത് എന്തിനാണ് ആക്സിഡൻ്റ് ആക്കിയതെന്ന്. ഇനി അതിന് എന്നെ പൊങ്കാലിടാൻ പറ്റില്ല കേട്ടോ. നമ്മളുണ്ട് കോഴിക്കോട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 12:15. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് 12:15 ആകുമ്പോൾ എത്തുമെന്ന്. ഇപ്പോൾ ഇത് കോഴിക്കോട്ടേക്ക് ആക്സിഡൻ്റ് ആക്കിയപ്പോൾ 587 കിലോമീറ്ററാണ് ഓടുന്നത്. 15 മണിക്കൂർ 5 മിനിറ്റ്. എൻ്റെ ദൈവമേ, എന്തുവാ അത്? ഏകദേശം 40 km/h അടുപ്പിച്ച് ആവറേജ് സ്പീഡ്. ഉരുണ്ടാ പോകുന്നതെന്ന് തോന്നുന്നു. കോഴിക്കോട് സ്റ്റേഷനിൽ നമ്മളവിടെ വന്ന് കയറിയിരിക്കുകയാണ്. ഇതെനിക്കൊന്ന് പ്ലാറ്റ്ഫോം നമ്പർ 3 തോന്നുന്നു കേട്ടോ.
ഇങ്ങനെ കോഴിക്കോട് നമ്മൾ ബിഫോർ ടൈം 20 മിനിറ്റ് അടുപ്പിച്ച് ബിഫോർ ടൈം ഒന്ന് കയറി. നല്ല വണ്ടിയാണ്, പക്ഷേ എൻ്റെ കോച്ച് കിട്ടിയത് വൻ ശോകം കോച്ചാണ്. അതാണ് ഏക ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ടൈമിംഗ് പറയണ്ടല്ലോ, നടന്നു പോകാൻ പറ്റിയ ടൈമിംഗ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഞാൻ ഇനി തിരിച്ച് നമ്മുടെ ജനശതാബ്ദിക്ക് കയറി എറണാകുളത്ത് പോകും. എന്നിട്ട് നമ്മുടെ അടുത്ത യാത്ര തിരുനെൽവേലി മംഗലാപുരം എക്സ്പ്രസ്സിനാണ്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അതും കഴിഞ്ഞ മാസം തുടങ്ങിയ വണ്ടിയാണ്. അപ്പോൾ തിരുനെൽവേലി മംഗലാപുരം ജംഗ്ഷൻ എക്സ്പ്രസ്സിൻ്റെ വീഡിയോ അടുത്ത ദിവസം കാണാം. അപ്പോൾ KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അടുത്ത ദിവസം കാണാം. ബൈ.